കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജെ ഫ്രെയിം എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നാണ് നോക്കിയത്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ജെ ലേബലും അതേപോലെ തന്നെ ജെ ബട്ടണും എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് ജെ ലേബലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ജെ ലേബൽ എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യാനൊക്കെ ആയിട്ടാണ് ജെ ലേബൽ പൊതുവേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജെ ലേബൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ജെ ലേബൽ എന്നും പറഞ്ഞിട്ടൊരു ഒബ്ജക്റ്റ് നമുക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്യണം. ജെ ലേബലിൻ്റെ ക്ലാസ്സിൻ്റെ അകത്ത് ഉള്ളൊരു ഒബ്ജക്റ്റ്. അപ്പോൾ ഞാനിവിടെ ജെ ലേബൽ സ്പേസ് ലേബൽ എന്നും പറഞ്ഞിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഡിക്ലെയർ ചെയ്ത് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫ്രെയിമിൻ്റെ കോഡ് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് വീണ്ടും പറയണില്ല. ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ 16ാമത്തെ ലൈൻ, അതായത് ഈ ഫ്രെയിം ഡോട്ട് സെറ്റ് ലേഔട്ട്, അതാണ് ഞാൻ കുറച്ച് ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിൽ പറഞ്ഞു നിർത്തിയത്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ ഫ്രെയിമിലൊക്കെ ബൈ ഡിഫാൾട്ട് കുറേ ലേഔട്ട് മാനേജേഴ്സ് ഉണ്ട്. ബൈ ഡിഫാൾട്ട് എനിക്ക് തോന്നുന്നത് ബോർഡർ ലേഔട്ടാണ് യൂസ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ ലുക്കും കാര്യങ്ങളും ഈ ഒരു കമ്പോണൻസ്, അതായത് ഇപ്പോൾ ജെ ലേബിൾ ബട്ടണൊക്കെ വയ്ക്കുമ്പോൾ കുറച്ച് വിയേർഡായിട്ടുള്ള ലുക്കായിരിക്കും വരിക. അപ്പോൾ നമ്മളിപ്പോൾ ലേഔട്ട് മാനേജർ ഒന്നും നോക്കാത്ത സ്ഥിതിക്ക് ലേഔട്ട് മാനേജർ ഞാനിവിടെ യൂസ് ചെയ്യണ്ട. അതുകൊണ്ടാണ് ഞാനിവിടെ ഫ്രെയിം ഡോട്ട് സെറ്റ് ലേഔട്ട് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് നള്ളെന്നും പറഞ്ഞിട്ട് പാസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നള്ളെന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ലേഔട്ട് മാനേജേഴ്സ് ഒന്നും യൂസ് ചെയ്യില്ല. അപ്പോൾ ഓരോ കമ്പോണൻറ്റിൻ്റെയും എക്സ് ആക്സിസും വൈ ആക്സിസും ഡിസ്പ്ലേ ആവേണ്ടത് എവിടെയാണോ അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്കിപ്പോൾ ഈ ഒരു ലേബൽ എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റിനെ ഇനിഷ്യലൈസ് ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലേബൽ ഈക്വൽ ടു ന്യൂ ജെ ലേബൽ. നമ്മളുടെ ഫ്രെയിം പുതിയൊരെണ്ണം ഇനിഷ്യലൈസ് ചെയ്തില്ലേ, അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ജെ ലേബൽ എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ടറിൻ്റെ അകത്ത് ഒരു സ്ട്രിങ് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ സ്ട്രിങ് നമ്മളുടെ ഡിസ്പ്ലേ ചെയ്യേണ്ട ടെക്സ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ തൽക്കാലത്തേക്ക് ഹലോ വേൾഡ് എന്നും പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനിതിൻ്റെ എക്സ് ആക്സിസും വൈ ആക്സിസും സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക, എങ്കിൽ മാത്രമേ ഇത് ഡിസ്പ്ലേ ആവുള്ളൂ. അപ്പോൾ എക്സ് ആക്സിസും വൈ ആക്സിസും ഒക്കെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഫംഗ്ഷൻ എങ്ങനെ ആക്സസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ലേബലിൻ്റെ ആണ് എക്സും വൈ ഒക്കെ നമുക്ക് സ്പെസിഫൈ ചെയ്യണമെങ്കിൽ ലേബൽ ഡോട്ട് സെറ്റ് ബൗണ്ട്സ് എന്നും പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് ആണ്. ഇപ്പം നമുക്ക് എക്സും വൈയും 0 ആയിട്ട് സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഹൈറ്റും വിഡ്ത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ വിഡ്ത്ത് ഒരു 100 കൊടുക്കുകയാണ്, എന്നിട്ട് ഹൈറ്റ് ഒരു 10 കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു എക്സും വൈയും കോർഡിനേറ്റും ഇതിൻ്റെ ഹൈറ്റും വിഡ്ത്തൊക്കെ സ്പെസിഫൈ ചെയ്യുന്നത്. ഇനി ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കമ്പോണൻറ്റിനെ നമ്മളുടെ ഫ്രെയിമിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഫ്രെയിം എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യണം. ഫ്രെയിം ഡോട്ട് ആഡ് എന്നും പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾക്ക് ഈ ഒരു ഫ്രെയിമിൻ്റെ അകത്ത് ബട്ടൺ, ലേബൽ, ചെക്ക് ബോക്സ് അങ്ങനെ എന്ത് സാധനം വേണമെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ ലേബൽ എന്നും പറഞ്ഞിട്ട് കൊടുക്കുകയാണ്, കാരണം നമുക്ക് ലേബലാണ് ഫ്രെയിമിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ലേബൽ എന്നും പറഞ്ഞിട്ട് കൊടുത്തു. ഇനി ഞാൻ ഈ സംഭവം ഒന്ന് റൺ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്ക് ഹലോ വേൾഡ് എന്നും പറഞ്ഞിട്ട് ഡിസ്പ്ലേ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എക്സ് ആക്സിസും വൈ ആക്സിസും നമ്മളുടെ സാധാരണ എക്സ് ആക്സിസ് വൈ ആക്സിസ് പോലെ തന്നെയാണ്. എക്സ് 0 വൈ 0 വരുമ്പോൾ ഈ ഒരു ഡിസ്പ്ലേ ആണ് വരിക. ഇപ്പോൾ ഒരു എക്സ് 100 ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഹലോ വേൾഡ് കുറച്ച് റൈറ്റിലേക്ക് നീങ്ങും. വൈ നമ്മൾ 100 ആണ് കൊടുക്കണമെങ്കിൽ ഈ ഹലോ വേൾഡ് കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങി വരും. ഈ ഒരു സംഭവം ഇച്ചിരി വിയേർഡാണ്. നമ്മുടെ റിയൽ ലൈഫിലൊക്കെ ആണെങ്കിൽ എക്സും വൈയും മേളിലോട്ടേക്കല്ലേ പോസിറ്റീവ് നമ്പേഴ്സ് പോവുക, പക്ഷേ ഇതിൻ്റെ അകത്ത് നേരെ തിരിച്ചാണ്. ആ ഒരു കാര്യം ഇച്ചിരി വിയേർഡായിട്ട് തോന്നും. അപ്പോൾ ഇത്രയും ആണ് നമ്മളുടെ ഒരു ജെ ലേബൽ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഉള്ളത്.
അപ്പോൾ ആ ഒരു പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ജെ ബട്ടൺ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ ജെ ബട്ടൺ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ജസ്റ്റ് ജെ ബട്ടൺ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ജെ ബട്ടൻ്റെ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യണം. അതിന് ഞാൻ ജെ ബട്ടൺ സ്പേസ് BTN എന്നും പറഞ്ഞിട്ടൊരു ഒബ്ജക്റ്റിനെ ഡിക്ലെയർ ചെയ്ത്. ഇനി അടുത്തത് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിവിടെ ഓൾറെഡി ലേബൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ലേബലിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മളുടെ ബട്ടണും ഇനിഷ്യലൈസ് ചെയ്യാൻ പോവുക. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ BTN = ന്യൂ JBTN. നമ്മൾ സാധാരണ മറ്റേ ഇതൊക്കെ ചെയ്യില്ലേ, ഫ്രെയിം പുതിയത് ക്രിയേറ്റ് ചെയ്യേണ്ടതും ജെ ലേബിൾ ക്രിയേറ്റ് ചെയ്യണ അതേ മെത്തേഡ് തന്നെ. എന്നിട്ട് ഈ ജെ ബട്ടൺ എന്ന് പറയുന്ന കൺസ്ട്രക്റ്റിൻ്റെ അകത്ത് ബട്ടണിന് നമ്മളൊരു എന്തെങ്കിലും ഇപ്പോൾ സബ്മിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കില്ലേ, ആ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ട ടെക്സ്റ്റ് നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഇപ്പോൾ ചേഞ്ച് എന്നും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വേണ്ട ക്ലിക്ക് എന്നും പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുകയാണ്. ഇത്രയും കൊടുത്തു. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ സെറ്റ് ബൗണ്ട് ഈ ഒരു ബട്ടണും സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ BTN.set bound എന്നും പറഞ്ഞിട്ടുള്ള ആ ഒരു ഫങ്ഷൻ ഞാൻ ഇവിടെ കോൾ ചെയ്തു. ഇനി ഈ ഫങ്ഷൻ്റെ അകത്ത് നമ്മളുടെ എക്സ് വൈ വിഡ്ത്ത് ഹൈറ്റ് തുടങ്ങിയിട്ടുള്ള പാരാമീറ്റേഴ്സ് പാസ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ ലേബൽ 00 യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഞാനൊരു 100 അല്ലെങ്കിൽ വേണ്ട, നമുക്ക് എക്സ് 0 Y 100 കൊടുക്കാം. അപ്പോൾ താഴേക്കായിട്ട് ഈ ഒരു ബട്ടൺ വരും. നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് വിഡ്ത്ത് ഞാനൊരു 100 കൊടുക്കുകയാണ്, ഹൈറ്റ് ഒരു 15 കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആ ഒരു ബട്ടണിൻ്റെ കോർഡിനേറ്റ്സും അതേപോലെ തന്നെ ഹൈറ്റും വിഡ്ത്തും സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്രെയിമിലേക്ക് ഈ ഒരു ബട്ടണെ ആഡ് ചെയ്യണം. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ frame.add എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ, എന്നിട്ട് ആ ഫങ്ഷൻ്റെ അകത്ത് ആ ഒരു ഒബ്ജക്റ്റിനെ പാസ് ചെയ്ത് കൊടുക്കുക, BTN എന്നും പറഞ്ഞിട്ട് പാസ് ചെയ്ത്. ഇനി നമുക്ക് ഈ ഒരു സംഭവം റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മളുടെ ഉണ്ട് ഇവിടെ ഒരു ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ വന്നിട്ടുണ്ട്. ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ജെ ലേബലും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതോടുകൂടെ ലേബൽ ഡിസ്പ്ലേ ചെയ്യാനും പഠിച്ചു, ജെ ബട്ടൺ ഡിസ്പ്ലേ ചെയ്യാനും പഠിച്ചു. ഇനി അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്ക് നമ്മൾ കാര്യങ്ങൾ പോവുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്ത് വരണം, അതായത് നമ്മളുടെ ടെർമിനലിൽ എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്ത് വരണം. ആ ഒരു രീതിക്ക് കോഡ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു സാധനം ഇമ്പോർട്ട് ചെയ്യണം, അതായത് നമ്മളുടെ ആക്ഷൻ ലിസണർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ആക്ഷൻ ലിസണർ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മൾ ഈ ബട്ടണൊക്കെ ക്ലിക്ക് ചെയ്യുമല്ലോ, അതൊക്കെ ഒരു ആക്ഷനാണ്. അപ്പോൾ ഈ ആക്ഷൻ സംഭവിച്ചാൽ അത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്തൊരു ഇൻ്റർഫേസ് ഉണ്ട്. ആ ഒരു ഇൻ്റർഫേസാണ് ആക്ഷൻ ലിസണർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം. ഞാനപ്പോൾ ഇവിടെ ഇമ്പോർട്ട് സ്പേസ് ഇതിൽ ഇമ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ java.awt.event. എന്നിട്ട് സ്റ്റാർ കൊടുത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈവൻറ്റിൻ്റെ അകത്തുള്ള പല സാധനങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ കാണാപ്പാഠം പഠിക്കേണ്ട, ജസ്റ്റ് ഈ സ്റ്റാർ കൊടുക്കുകയാണെങ്കിൽ ഈവൻറ്റിൻ്റെ അണ്ടറിലുള്ള എല്ലാ സാധനങ്ങളും ഒറ്റയടിക്ക് ഇമ്പോർട്ട് ആവും. അപ്പോൾ ആ ഒരു ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എഴുതി. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇൻ്റർഫേസാണ് ഈ ഒരു ആക്ഷൻ ലിസണർ. അപ്പോൾ ഇൻ്റർഫേസ് നമ്മൾ ഈ ഒരു ജാവ ക്ലാസ്സിലേക്ക് ലിങ്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇംപ്ലിമെൻ്റ് എന്ന് പറയുന്ന ആ ഒരു കീവേഡാണ്. അപ്പോൾ ഇംപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു കീവേഡ് എൻ്റർ ചെയ്തു. എന്നിട്ട് നമുക്ക് ആക്ഷൻ ലിസണർ എന്നും പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഫസ്റ്റ് സ്റ്റെപ്പ് തീർത്ത്. ഇനി എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ആക്ഷൻ ലിസണറിന് നമുക്കൊരു ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മളിവിടെ ഓവർ റൈഡ് ചെയ്ത് പറഞ്ഞു കൊടുക്കണം. ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ജാവയുടെ ഇൻഹെറിറ്റൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കത്തും.
അത് അറിയാത്തവർ ഇത്ര ഓർത്താൽ മതി. ജസ്റ്റ് ഇത്രേ ഉള്ളൂ. ഈ ഒരു സംഭവം നമുക്ക് ആക്ഷൻ ലിസണർ എന്ന് പറയുന്നത് ഒരു ഇൻ്റർഫേസ് ആണ്. അപ്പോൾ ആ ഇൻ്റർഫേസിൻ്റെ അകത്ത് എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ടെന്നുള്ളത് ആ ഇൻ്റർഫേസിൻ്റെ അകത്ത് ഓൾറെഡി അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ജാവ ഉണ്ടാക്കിയവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളുടെ ക്ലാസ്സിലേക്ക് അത് യൂസ് ചെയ്യുമ്പോൾ നമ്മളുടേതായിട്ടുള്ള കോഡ് ഈ ഒരു ആക്ഷൻ ലിസണറിലേക്ക് കയറ്റണം. എന്നാൽ മാത്രമേ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് വേണ്ട രീതിക്ക് കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അതാണ് സംഭവം. അപ്പോൾ ഒരുപാട് അത് തലയിൽ കയറ്റി വെക്കണ്ട. ഇൻ്റർഫേസ് പിന്നെ അതേപോലെ ഇൻഹെറിറ്റൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓവർ റൈഡ് ചെയ്യാനുള്ള ഫങ്ഷൻ എഴുതാം. അപ്പോൾ ഓവർ റൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പബ്ലിക് വോയിഡ് ഈ ഒരു ഇൻ്റർഫേസിൻ്റെ അകത്ത് വരുന്ന ഒരു ഫങ്ഷൻ ഉണ്ട്. അതായത് ആക്ഷൻ പെർഫോംഡ് എന്നും പറഞ്ഞിട്ടാണ് ആ ഒരു ഫങ്ഷൻ്റെ പേര്. അത് കറക്റ്റ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ആക്ഷൻ പെർഫോമിൻ്റെ അകത്ത് നമ്മൾ ഒരു പാരാമീറ്റർ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ആക്ഷൻ ഈവൻ്റ് എന്നും പറഞ്ഞിട്ടാണ്. എന്നിട്ട് നമ്മൾ സാധാരണ ഫങ്ഷൻ ഡിഫൈൻ ചെയ്യണ ഒരു പാരാമീറ്റർ നമ്മുടെ അവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫങ്ഷൻ ഓപ്പൺ ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ആക്ഷൻ ലിസണർ ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ആക്ഷൻ ലിസണറിനെ ഈ ബട്ടണുമായിട്ട് ലിങ്ക് ചെയ്യണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ btn.add ആക്ഷൻ ലിസണർ എന്നും പറഞ്ഞിട്ട് ഒരു ഫങ്ഷൻ ഉണ്ട്. അതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഒരു ക്ലാസ് വെച്ചിട്ട് ആക്ഷൻ ലിസണർ ഇംപ്ലിമെൻറ്റ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ഈ ഒരു ആഡ് ആക്ഷൻ ലിസണറിൻ്റെ അകത്ത് ദിസ് എന്ന് പറയുന്ന ആ ഒരു കീവേഡ് മാത്രം പാസ് ചെയ്താൽ മതി. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ഈ ഒരു ആക്ഷൻ പെർഫോംഡ് ഫങ്ഷൻ ഡിറ്റക്റ്റ് ചെയ്തോളും. അപ്പോൾ അതോടുകൂടെ നമ്മൾ ബട്ടൻ്റെ അകത്ത് ആക്ഷൻ ലിസണർ സെറ്റ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ ലിസണർ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഫങ്ഷനാണ് എക്സിക്യൂട്ട് ആവുന്നത്. എന്ത് ക്ലിക്ക് ചെയ്താലും എന്ത് ആ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് ക്ലിക്ക് ആയാലും നമ്മളുടെ ഈ ഒരു ആക്ഷൻ പെർഫോംഡ് എന്ന് പറയുന്ന ഫങ്ഷനായിരിക്കും ട്രിഗർ ആവുന്നത്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു ആപ്പിൻ്റെ അകത്ത് ഒന്നിൽ കൂടുതൽ സ്വിച്ചസ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ബട്ടൺ അല്ലെങ്കിൽ ചെക്ക് ബോക്സ് അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പം നമ്മൾ ഇപ്പോൾ ആ ഒരു ക്ലിക്ക് എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ തന്നെയാണ് ക്ലിക്ക് ചെയ്ത് എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇഫ് കണ്ടീഷൻ എഴുതണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇഫ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കണ്ടീഷൻ കൊടുക്കുക. എന്നിട്ട് കണ്ടീഷനായിട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ആക്ഷൻ ഈവൻ്റ് എന്ന് പറയുന്ന ഈ ഒരു പാരാമീറ്ററിലെ ഈ അപ്പോൾ ആ ഒരു ഇ എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ അകത്തൊരു ഫങ്ഷൻ ഉണ്ട്, ഗെറ്റ് സോഴ്സ് എന്നും പറഞ്ഞിട്ട്. ഈ ഗെറ്റ് സോഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ക്ലിക്ക് ചെയ്ത ഒബ്ജക്റ്റ് ഏതാണെന്നുള്ളത് ആണ് റിട്ടേൺ ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ .get സോഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ബട്ടണിൻ്റെ ഒബ്ജക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് .get സോഴ്സ് എന്ന് പറയുന്ന ഫങ്ഷൻ ഈക്വൽ ടു btn ആണോ എന്ന് ചെക്ക് ചെയ്യുക. btn ആണെങ്കിൽ നമ്മൾ ഇഫ് കണ്ടീഷൻ എഴുതുകയാണ്, system.out.println എന്നിട്ട് ക്ലിക്ക്ഡ് എന്നും പറഞ്ഞിട്ടൊരു മെസ്സേജും ഡിസ്പ്ലേ ആവുന്ന രീതിയിൽ. അതായത് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു സിസ്റ്റം ഔട്ട് ഇങ്ങനെ കൺസോളിൽ പ്രിൻ്റ് ചെയ്ത് വരും. അതാണ് ഈ ഒരു പ്രോഗ്രാം നമ്മളിപ്പോൾ എഴുതിയിട്ടുള്ളത്. ഇനി ഇത് വർക്ക് ചെയ്യുമെന്നുള്ളത് ചെക്ക് ചെയ്യാം. നമുക്കിത് റൺ ചെയ്യാം. അപ്പോൾ ബട്ടൺ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടോ ഇവിടെ കൺസോളിൽ അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ബട്ടൺ ക്ലിക്ക് സെറ്റ് ചെയ്യേണ്ട രീതി. ഇത് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ചെയ്ത് നോക്കിയാലേ ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുള്ളൂ. അപ്പോൾ ഇത് 2-3 പ്രാവശ്യം ട്രൈ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ബട്ടൺ ക്ലിക്ക് ചെയ്യണ സമയത്ത് നമ്മളുടെ ആ ഒരു ഹലോ വേൾഡ് എന്ന് പറയുന്ന ആ ഒരു മെസ്സേജ് ഇല്ലേ, അത് ചേഞ്ച് ആവുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം.